വളരെ നല്ല ഒരു ചിന്തയും കേൾവിയും നമുക്കുണ്ടായാൽ അത് വലിയ വിജയമാണ്. നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകളുടെ ഒരു ചോദ്യം 60-ാം അധ്യായത്തിലെ 8-ാമത്തെ വചനത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അലം യഅ്തികും നദീർ, അല്ല മോനെ, അല്ല കുട്ടി, നിനക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? താക്കീത് തരാൻ ആളുകൾ വന്നിട്ടില്ലായിരുന്നോ? അപ്പം അവൻ്റെ ഉത്തരം കാലു ബല ഖദ് ജഅനാ നദീർ, താക്കീതുകാരൊക്കെ വന്നിരുന്നു, പക്ഷേ ഫഖദ്ദബ്ന, ഞങ്ങൾ കളവാക്കി, ഇതൊന്നും ദൈവികമല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. പിന്നെയോ വഖാലു ലൗ കുന്നാ നസ്മൗ ഔ നഅഖിൽ മാ കുന്നാ ഫി അസ്ഹാബിസ് സഗീർ, ഞങ്ങളത് കേട്ടിരുന്നുവെങ്കിൽ, ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ നരകത്തിൽ പോകുമായിരുന്നില്ല. അപ്പൊ ചിന്ത വേണമെന്നാണോ പറയുന്നത്? ചിന്ത വേണ്ട എന്നാണോ പറയുന്നത്? ചിന്തിക്കാത്തതിൻ്റെ പേരിൽ നരകത്തിൽ പോകുമെന്ന് പഠിപ്പിച്ചൊരു ഗ്രന്ഥം ലോകത്ത് നിങ്ങൾ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു. ചിന്തിക്കാത്തത് കൊണ്ട് നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം ആകാശത്തിൻ്റെ ചുവട്ടിൽ ഹരിതാപമായ ഭൂമിയുടെ മേതെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നല്ല ശ്രദ്ധയും ചിന്തയും നിങ്ങൾക്കുണ്ടാകണം. കാരണം കേൾവി, കാഴ്ച, ചിന്ത എല്ലാം വിചാരണ ചെയ്യപ്പെടും. ഖുർആന്റെ 17-ാം അധ്യായം 36-ാമത്തെ വചനമാണ്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അതിൻ്റെ 1-ാമത്തെ പോയിന്റ് ഇതാണ്: നമുക്ക് അള്ളാഹുമായുള്ള കണക്ഷൻ എന്താണ് എന്നതാണ് 1-ാമത്തെ പോയിന്റ്. കാമുകിയുമായി, കാമുകനുമായി കണക്ഷൻ ഉണ്ടാകും, ഗാഢമായ ബന്ധമുണ്ടാകും. മാതാപിതാക്കളും മക്കളും തമ്മിൽ അവർണ്ണനീയമായ കെട്ടുറപ്പുള്ള ബന്ധമുണ്ടാകും, കരുതലുകളുടെ ഒരു ബന്ധമുണ്ടാകും. ചങ്ങാതിമാർ തമ്മിൽ ബന്ധമുണ്ടാകും, ഈ രാഷ്ട്രത്തോട് നമുക്ക് ബന്ധമുണ്ടാകും. ബന്ധങ്ങൾ ഏറെയുള്ളവരാണ്. മനുഷ്യന് 3 ബന്ധങ്ങളാണുള്ളത്. ഒന്ന്, അവനും അവനെ സൃഷ്ടിച്ച നാഥനുമായിട്ടുള്ള ബന്ധമാണ്. 2, അവനും അവനെ പോലെയുള്ള മറ്റു മനുഷ്യരുമായുള്ള ബന്ധമാണ്. 3-ാമത്തെ ബന്ധം അവനും പ്രപഞ്ചവുമായുള്ള ബന്ധമാണ്. അതിലൊരൊറ്റ കാര്യത്തിലാണെന്ന് ഞാൻ ഊന്നൽ നൽകുന്നത്. നമുക്ക് റബ്ബിനോടുള്ള ബന്ധം എന്താണ്? എന്താണ് റബ്ബ്? പരിപാലകനായ റബ്ബ് ആരാണ്? ആ റബ്ബിനോട് നമുക്കുള്ള ബന്ധം എന്താണ്? നമുക്ക് ഒരു തുള്ളി വായു നൽകാത്ത, ഒരു തുള്ളി ജലം നൽകാത്ത, ഒരിറ്റ് വായു നൽകാത്ത മനുഷ്യരെ ഗാഢമായി നമ്മൾ സ്നേഹിക്കുന്നു. നാം ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരംശവും ഒരാളും സൃഷ്ടിച്ചിട്ടില്ല. ലം യഖ്ലുഖു ദുബാബ, ഖുർആൻ പറയുന്നു, ഒരു ഈച്ചയെപ്പോലും എന്ന് സൂറത്തെ ഹജ്ജിന്റെ 73-ാമത്തെ വചനത്തിൽ പറയും. ആരും ഇതൊന്നും സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനുമായി പ്രിയപ്പെട്ട വിശ്വാസി സമൂഹമേ, യുവാക്കളെ, യുവതികളെ, നിങ്ങളൊക്കെ നാളെ ഇത് കേൾക്കാൻ വിധിക്കപ്പെട്ടവർ ആലോചിച്ചേ, എന്താണ് ഈ ഭൂമിയെ ഇவ்விதം സംവിധാനിച്ച, ആകാശമേലാപ്പിനെ ഇவ்விதം സംവിധാനിച്ച ഈ ഓഡിറ്റോറിയത്തിൻ്റെ മേൽഭാഗം നമ്മൾ കാണുന്ന 1-ാം ആകാശത്തെ നക്ഷത്ര വിളക്കുകളിൽ നിന്ന് നമ്മൾ പറയുന്ന എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ആകാശമേലാപ്പ് സംവിധാനിച്ച ഒരു സിട്ടാവിനെ കുറിച്ച് ഗാഢമായി ചിന്തിക്കാത്ത, ഇവിടെ ഗവേഷണത്തെ പറ്റി പറഞ്ഞു, പരിവേഷണത്തെ പറ്റി പറഞ്ഞു, പരിചിന്തനെ പറ്റി പറഞ്ഞു നമ്മുടെ വിശിഷ്ടാതിഥി. പക്ഷെ നമ്മളെ അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഉദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖ്നാ അദാബന്നാർ. 3-ാം അധ്യായം 190-191 വചനം. നിന്നും ഇരുന്നും കിടന്നും ആലോചിക്കുക. ആരാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്? ആരാണ് വായുമണ്ഡലങ്ങളെ സൃഷ്ടിച്ചത്? ആരാണ് അനുകൂലനങ്ങൾ സൃഷ്ടിച്ചത്? ആരാണ് ഈ ലോകത്തെ ഇவ்விதം സംവിധാനിച്ച് നിലനിർത്തുന്നത്? ആ നാഥനുമായുള്ള നമ്മുടെ ബന്ധം എന്താണ്? ലോകത്ത് പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാർ ജനങ്ങളെ ക്ഷണിച്ചത് സൂക്ഷിക്കണം. ഈ ഓഡിറ്റോറിയത്തിലും നാളെ ഇത് കേൾക്കുന്നവരിലും മുജാഹിദുകൾ, സലഫികൾ, വിസ്തക്കാർ മാത്രമാണ് എന്ന ചിന്തയൊന്നും എനിക്കില്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാകാം, വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകാം, പ്രൊഫഷണൽ വിദ്യാർത്ഥികളായതുകൊണ്ട് ക്ഷണിക്കപ്പെട്ടതുകൊണ്ട് വന്നവരുണ്ടാകാം. മക്കളെ, ജീവിതത്തിൻ്റെ ഓരോ മൈക്രോ സെക്കൻഡുകളെയാണ് ജീവിതം എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് ജീവിതം? ഓരോ മൈക്രോ സെക്കൻഡുകളാണ് ജീവിതം. അതുകൊണ്ട് തന്നെ ആ മൈക്രോ സെക്കൻഡുകളെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാതലായ, അർത്ഥവത്തായ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ശക്തമായി ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ പ്രവാചകന്മാർ അള്ളാഹുവിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയായിരുന്നു. ലോകത്ത് വന്ന സകല അംബിയാ മുർസലീങ്ങളും അഫ്ളലു മാ കുൻതു അന വൻ നബിയൂന മിൻ ഖബ്ലി
ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും മല്ലാ നഅബുദു ഇല്ലല്ലാഹ് വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ ഇല്ലല്ലദീന ളലമു മിൻഹും വമാ ഉൻസില ഇലൈനാ വഉൻസില ഇലൈക്കും വഇലാഹുനാ ഇലാഹുക്കും വാഹിദ്. കുൽ നോക്കൂ, വിശുദ്ധ ഖുർആൻ പറ കുൽ ഹാദിഹി സബീലി അദു ഇലല്ലാഹ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിലുഹും ബില്ലതി ഹിയ അഹ്സൻ. ഈ ആയത്തുകളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് 16-ാം അധ്യായം 125-ാമത്തെ വചനം, 12-ാം അധ്യായം 108-ാമത്തെ വചനം, 3-ാം അധ്യായം 64-ാമത്തെ വചനം, അതുപോലെ 29-ാം അധ്യായം 46-ാമത്തെ വചനം, 41-ാം അധ്യായം 33-ാമത്തെ വചനം. എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹുവിലേക്കാണ് പ്രവാചകന്മാർ ക്ഷണിച്ചത്, ദർഗയിലെ ഔലിയാക്കളിലേക്കല്ല, ദർഗയിൽ കിടക്കുന്ന മരണപ്പെട്ടു പോയ മനുഷ്യനിലേക്കല്ല, ലോകത്തിന്റെ സിട്ടാവിലേക്ക് ക്ഷണിക്കുന്നതോടെ ആ ക്ഷണിക്കുന്ന പ്രവാചകന്മാർക്ക് ഗാഢമായ ഒരു ബന്ധം ഈ സിട്ടാവിനോടുണ്ടാകും. അതുകൊണ്ടാണ് കുല്ലിൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅശീറത്തുകും എന്നൊക്കെ എണ്ണി സൂറത്തു ആൽ ഇംറാനിലെ നമുക്കൊക്കെ അറിയാവുന്ന 9-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ പറയുന്നത് എന്താ? എടാ, നിന്റെ മാതാപിതാക്കളേക്കാൾ, നിന്റെ ഉമ്മയേക്കാൾ, നിന്റെ ഭാര്യയേക്കാൾ, നിന്റെ മക്കളേക്കാൾ, ആനന്ദതുന്തിലമാകുന്ന അമ്പരചുംബികളായ കൊട്ടാരങ്ങളേക്കാൾ, നിനക്ക് നഷ്ടം സംഭവിക്കുമെന്ന് വിചാരിക്കുന്ന കച്ചവടത്തേക്കാൾ, നീ സ്നേഹിക്കുന്ന സകലമാന വസ്തുക്കളെക്കാളും അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരിൻ. നിനക്ക് ഏറ്റവും ഇഷ്ടം അല്ലാഹുവിനോടായിരിക്കണം. ആ ഇഷ്ടം ആരോടാണ്? സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ലോകത്തിലെ ഏറ്റവും വലിയ മുഹബ്ബത്ത് അല്ലാഹുവിനോടാണ്. എന്തുകൊണ്ട്? അവനാണ് എൻ്റെ വിരലുകളെ ശരിപ്പെടുത്തിയത്, അവനാണ് എൻ്റെ മുടിയെ ശരിപ്പെടുത്തിയത്, അവനാണ് എൻ്റെ കാലുകളെ ശരിപ്പെടുത്തിയത്, അവനാണ് എൻ്റെ സെറിബ്രം സംവിധാനിച്ചത്, അവനാണ് എൻ്റെ ആന്തരിക അവയവങ്ങളെ ഘടനാപരമായി സൃഷ്ടിച്ചത്, അഹ്സനു തഖ്വീമായിട്ട് സൃഷ്ടിച്ചത്. 95-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ പറയുന്നത് അങ്ങനെയാണ്. സുമ്മ ഖലഖന നുത്ഫത അലക ഫഖലഖനൽ മുദ്അത ഇലാമ ഫകസൗനൽ ഇലാമ ലഹ്മ സുമ്മ അൻശഅനാഹു ഖൽഖൻ നാഹർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഈ റബ്ബുമായുള്ള നമ്മുടെ ബന്ധം എന്താണ്? ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ ഈ മൊബൈൽ ഫുൾ ടൈം ഉപയോഗിക്കുന്നവരാണ്. നോക്കൂ, നിങ്ങൾ അർദ്ധരാത്രിയിൽ റുസ്തമിന്റെ സൈന്യം എവിടെ വരുന്നു? ഖാലിദ് വലീദിന്റെ സൈന്യത്തെ കുറിച്ച് പരിശോധിക്കാൻ വരുന്നു. എപ്പോ? അർദ്ധരാത്രി. അവരെന്താ ചെയ്യുന്നത് എന്നറിയാൻ. അപ്പൊ റുസ്തമിന്റെ സൈന്യം കണ്ട കാഴ്ച എന്താണ്? ചിലർ ഖുർആൻ പാരായണം ചെയ്യുന്നു, ചിലർ ആകാശത്തേക്ക് കയ്യുയർത്തി പ്രാർത്ഥിക്കുന്നു, ചിലർ റുകൂയിലാണ്, ചിലർ സുജൂദിലാണ്. ഒരുപാട് ആളുകൾ പൊട്ടിക്കരയുകയാണ്. അവരവരുടെ നാഥനോട് സംസാരിക്കുകയാണ്, അവരുടെ ഹൃദയവേദനകൾ പങ്കുവെക്കുകയാണ്, അവരുടെ ആകുലതകൾ പറയുകയാണ്. ഏറ്റവും സ്നേഹിക്കപ്പെട്ട ഒരാളോട് നമ്മളെല്ലാം ഇറക്കി വെക്കുന്ന പോലെ അവരെല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കുകയാണ്. ആരുടെ മുമ്പിൽ? ലോകത്തിന്റെ തമ്പുരാന്റെ മുമ്പിൽ. ആരാണ് ഈ അല്ലാഹു? അലം തറ അന്നല്ലാഹു യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമർ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വന്നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറും മിനൻ നാസ് വകസീറും മിനൽ ഹഖ്. സൂറത്ത് തൗബയിലാണ്, 22-ാം അധ്യായമാണ്, 18-ാമത്തെ വചനമാണ്. ആകാശം എലാപ്പിനെ സംവിധാനിച്ച, ഭൂമിയെ ക്രമപ്പെടുത്തിയ എല്ലാ പക്ഷികളും മൃഗങ്ങളും മരങ്ങളും എല്ലാം ദൈവത്തിന് സുജൂദ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു സിട്ടാവിനെ, ഏകകോശ ജീവിയായ അമീബ മുതൽ ബഹുകോശ ജീവിയായ നീലിത്തമിംഗലത്ത് വരെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ, കാനനങ്ങൾ ഗർജിക്കുന്ന സിംഹത്തെയും ചിഹ്നം വിളിക്കുന്ന കാട്ടാനകളെയും ആഴിയിൽ ഊളിയിടുന്ന മത്സ്യങ്ങളെയും സർഗാസ്വതാരാഗത്തിൽ മുട്ടയിടുന്ന ഹീൽ മത്സ്യങ്ങളെയും ദേശാന്തര ഗമനം നടത്തുന്ന മൊണാർക്ക് ചിത്രശലഭങ്ങളെയും ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് ദേശാന്തര ഗമനം നടത്തുന്ന ആർട്ടിക് ടേണിനെയും അതുപോലെ തന്നെ ബീവർ എന്ന് പറയുന്ന കാട്ടിലെ എഞ്ചിനീയറെയും എല്ലാം സൃഷ്ടിച്ച റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ആ ഫിറൗനിന്റെ കൊട്ടാരത്തിൽ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഫമൻ റബ്ബുകുമാ യാ മൂസ, നിങ്ങൾ രണ്ടുപേരും പറയുന്ന റബ്ബാരാ മൂസ? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. 20-ാം അധ്യായം 49-50 വചനങ്ങളാണ്.
ആ പടച്ചവനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പന്നീർ പുഷ്പത്തിന്റെ സൗന്ദര്യത്തെ, അതിന്റെ സൗരഭ്യത്തെ, അതിന്റെ എല്ലാ വൈഭവങ്ങളെയും സൃഷ്ടിച്ച പടച്ചവനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ലോകത്തിലെ പൂന്തോട്ടത്തിൽ കടന്നു എന്ന് മനോഹരമായ പൂന്തോട്ടം കാണുകയും അതിന്റെ വർണ്ണരാജികളെ നമ്മൾ വിലയിരുത്തുകയും ഒരു പ്യൂപ്പയ്ക്കുള്ളിൽ 21 ദിവസം മടയിരുന്ന് ഒരു ചിത്രശലഭമായി പുറത്തു പോകുന്ന ചിത്രശലഭത്തെയും നാം ആലോചിച്ചിട്ടുണ്ടോ? ആ റബ്ബിലേക്ക്, നമ്മുടെ ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കുന്ന റബ്ബിലേക്ക്, നമ്മുടെ പാൻക്രിയാസിനെ നിയന്ത്രിക്കുന്ന റബ്ബിലേക്ക് നമ്മുടെ മനസ്സിനെ കെട്ടിയിടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നോക്കൂ, നിങ്ങൾ ചരിത്രത്തിൽ റബ്ബിൽ തവക്കുൽ ചെയ്ത ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അത്താണി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രണ്ടത്താണി, പുത്തനത്താണി, കരിങ്കല്ലത്താണി, മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളാണ്. എന്തുകൊണ്ടാ പേര് വന്നു എന്ന് പുതിയ തലമുറയിൽ ആർക്കെങ്കിലും അറിയാമോ? ഞാൻ ഈ സ്ഥലത്തൊക്കെ താമസിച്ച ആളാ. നിങ്ങൾ ആലോചിച്ചേ, എന്താണ് രണ്ട് അത്താണി? രണ്ടത്താണി എന്ന് പറഞ്ഞാൽ രണ്ടത്താണിയാണ്. രണ്ട് കരിങ്കല്ല് ഇങ്ങനെ വെക്കും, എന്നിട്ട് അതിൻ്റെ നേരെ ഒരു കല്ല് ഇങ്ങനെ എടുത്തു വെക്കും. അതിന് അത്താണി എന്നാണ്. വേദനകൾ ഇറക്കി വെക്കാൻ, ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള ഇടം, അതാണ് അത്താണി. രണ്ടത്താണിയോ? രണ്ടത്താണി ഉണ്ടായിരുന്നു രണ്ടത്താണിയിൽ. അതുകൊണ്ടാണ് ചുമട്ടുതൊഴിലാളികൾ അല്ലെങ്കിൽ അന്ന് വാഹനമില്ലാത്തവർ കോട്ടക്കൽ ചന്തയിലേക്ക് വന്നിരുന്നത്. അവര് തലയിലെടുത്ത് നടന്ന് ക്ഷീണിക്കുമ്പോൾ ആ ഭാരമൊന്ന് ഇറക്കി വെക്കുന്ന ഇടത്തെ അത്താണി എന്ന് പറയും. ലോകത്തിന്റെ തമ്പുരാന്റെ മുമ്പിൽ ഭാരം ഇറക്കി വെക്കുന്ന യഥാർത്ഥമായ ഇബാദുർ റഹ്മാൻ ആരാണ്? അവരുടെ പ്രത്യേകത എന്താണ്? അവർ രാത്രിയിൽ വേദനയോടെ കരയുന്നുണ്ട്. എന്ത്? അള്ളാഹു പറയുന്ന അനാ ഇല്ലൈലി സാജിദം വഖായിമ, വിശുദ്ധ ഖുർആൻ 39:9 പറയുന്നത് രാത്രി അവർ എഴുന്നേറ്റു. നോക്കൂ നിങ്ങൾ, റുസ്തമിന്റെ സൈന്യം എന്താ അവരെ കണ്ടത്? ഇന്ന് നമ്മുടെ കഥ എന്താണ്? രാത്രി 2 മണി വരെ ഫോണിൽ പോൺ സൈറ്റുകൾ കണ്ട്, തോന്നിയാസങ്ങൾ കണ്ട് നമ്മുടെ യൗവനം തുലക്കുന്നതിനിടയിൽ അവരുടെ പ്രത്യേകത എന്തായിരുന്നു? റുസ്തമിന്റെ സൈന്യം പോയി പറയുന്നത്, ഇല്ല, അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. രാത്രിയിൽ ദൈവത്തിന്റെ മുമ്പിൽ ഭക്തരായി കൈയുയർത്തുന്ന അവർ പകലിന്റെ അവസ്ഥയിൽ അശ്വാരൂഢന്മാരായി കാണുന്ന അവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന കാര്യം അവർ റുസ്തമിനോട് പറയുന്ന ചരിത്രത്തിലെ ധന്യമായ നിമിഷമുണ്ട്. മക്കളെ, നിങ്ങൾ വി.ഐ. ലെനിനെ കേട്ടിട്ടുണ്ടാകും. വി.ഐ. ലെനിൻ തളർവാദം പിടിച്ചു കിടക്കുമ്പോൾ ജോസഫ് സ്റ്റാലിന് ഒരു കത്തയൊക്കെ ഉണ്ടായി. സ്റ്റാലിൻ, എൻ്റെ ഒരു ഭാഗം തളർന്നുപോയി, ഇനി എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ എനിക്ക് മരിക്കണം, അതിന് നീ എൻ്റെ മുമ്പിൽ സൈനൈഡ് കൊണ്ടുവെക്കണമെന്ന് അലക്സാണ്ടർ ബക്കിന്റെ കൃതികളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കാർൽ മാർക്സിന്റെ പൊന്നോമന പുത്രൻ മുഷ് മരിച്ചപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതായി അലക്സാണ്ടർ ബക്കിന്റെ കൃതികളിൽ പറയുന്നു. കെ.എൻ. കുഞ്ഞഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കെ.ടി. സൂഫി മാഷയുടെ മകൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചപ്പോ ആ വീട്ടിൽ കെ.എൻ. കുഞ്ഞഹമ്മദ് ഇന്നും ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനാണ്. കെ.എൻ. കുഞ്ഞഹമ്മദ് പറയുന്നു, സൂപ്പി മാഷെ, ഞാൻ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും? അള്ളാഹുവിന്റെ വിധിയെന്നോ മകൻ നിങ്ങളുടെ സ്വർഗത്തിന്റെ വക്കിൽ കാത്തിരിക്കുമെന്നോ ഒന്നും പറയാനില്ലാതെ നിസ്സഹായനായി ഞാൻ അവിടുന്ന് പോന്നു. എൻ്റെ മകനൊരു ആക്സിഡന്റ് പറ്റി. ഒരുപാട് ആളുകൾ വീട്ടിൽ എന്നെ സന്ദർശിക്കാൻ വന്നു. ദൈവവിശ്വാസികൾ വന്നിട്ട് പറയും, എന്താ അവർ പറയുന്നത്? നിങ്ങൾക്ക് ഇത് ഒരു ദൈവത്തിന്റെ വിധിയാണ്, മാറിക്കൊള്ളും. അത് കേൾക്കുമ്പോൾ എനിക്കൊരു സമാധാനമാണ്. ഇറക്കി വെക്കാൻ ഒരു അത്താണി വേണം, ഭാരങ്ങൾ പറയാൻ ഒരു അത്താണി വേണം. ആരോരുമില്ലാത്തവന് പടച്ചവനോട് പറയാൻ കഴിയണം. ചെങ്കടലിന്റെ സമീപത്ത് വന്ന് മൂസ അലൈഹിസ്സലാമിനോട് അവർ ചോദിച്ചു പിടിക്കപ്പെട്ടത് തന്നെ മൂസ. മഹാനായ കലീമുള്ള പറയുന്നത്, ഇല്ല, ഇന്ന മഅിയ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബെനിക്കൊരു വഴി കാണിച്ചു തരും. ചെങ്കടലിൽ, ആഴമേറിയ ചെങ്കടലിൽ, ആർത്തുരമ്പുന്ന തിരമാലകളുള്ള ചെങ്കടലുകളിൽ ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ച യുദ്ധത്തിന്റെ ആയുധങ്ങൾ ഫിറൗൻ ഉപയോഗിച്ചിട്ട് അവർ രണ്ടിന്റെയും ഇടയിൽ ഒന്ന് ഏന്തിപ്പിടിച്ചാൽ കോളറ പിടിക്കാൻ പറ്റുന്ന പാകതയിൽ ഫിറൗനിന്റെ സൈന്യം വന്നു നിൽക്കുമ്പോഴും, ഇല്ല, നമ്മൾ തോൽക്കുകയില്ല, എൻ്റെ റബ്ബന്റെ കൂടെയുണ്ട്, എൻ്റെ റബ്ബെനിക്കൊരു പരിഹാരം നിർദ്ദേശിക്കുമെന്ന മൂസാ നബിയുടെ കരുത്തും വിശ്വാസവും എവിടെയാണ് യുവാക്കളെ? എവിടെയാണ് യുവതികളെ? എവിടെയാണ് വിശ്വാസികളെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? ജിബ്രാൾട്ടർ ഉൾക്കടൽ എന്ന് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ജബലു താരിഖിന്റെ ചരിത്രമാണ് യൂറോപ്യന്മാർ എഴുതി വെച്ചത്. ജബലു താരിഖ് എന്ന ഈമാനുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കൂടെ ഒരു രാജ്യത്തേക്ക് യുദ്ധത്തിന് ആളുകൾ കപ്പലിൽ പോവുകയാണ്. ആ നാടിന്റെ ബോർഡർ കടന്ന്, കടല് കടന്ന് അക്കരെ എത്തിയപ്പോ ജബലു താരിഖ് കപ്പൽ ചുട്ടുകരിച്ചു. അപ്പൊ അവർ ചോദിച്ചു, നമുക്ക് തിരിച്ചു പോണ്ടേ എന്ന്. തിരിച്ചു പോകാൻ വിചാരിക്കുന്ന നിങ്ങൾക്ക് കപ്പലുണ്ടെന്ന തോന്നൽ നിങ്ങളുടെ കരുത്ത് ചോർത്തിക്കളയും. ഇനി കപ്പലില്ല, ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക, മരിക്കുക എന്നതല്ലാതെ
ഈ രാഷ്ട്രം നേടുകയല്ലാതെ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇനിയൊരു മടക്കയാത്രയില്ല എന്ന് പറഞ്ഞതിനെ യൂറോപ്പിൽ എഴുതി വെക്കുന്നുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു മദായിനിലേക്ക് ഇസ്ലാമിന്റെ ദഅവത്ത് നടത്താൻ പോകുമ്പോ അടിയൊഴുക്കുള്ള പുഴയുടെ വക്കത്ത് വന്നു നിൽക്കുന്നത് യൂറോപ്യൻ എഴുത്തുകാരൻ രോമാഞ്ചജനകമായി അവർണ്ണനീയമായി എഴുതി വെക്കുന്നുണ്ട്. അതോർക്കുമ്പോൾ എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നു. സഅദ് റളിയല്ലാഹു ചോദിക്കാൻ, നമ്മളെപ്പോലെ അല്ല, ജീവിതത്തിന്റെ മുമ്പിൽ അവരാരും പകച്ചുപോയിട്ടില്ല, ജീവിതത്തിന്റെ മുമ്പിൽ അവരാരും തോറ്റുപോയിട്ടില്ല. സഅദ് റളിയല്ലാഹു ചോദിച്ചു, ഈ സദസ്സിൽ ഒരുപക്ഷെ ഒരു സഅദ് ഉണ്ടാകാം. പ്രിയപ്പെട്ട സഅദേ, എന്റെ സുഹൃത്തൊരു സഅദുണ്ട്, പ്രിയപ്പെട്ട സഅദേ. ആ സഅദ് റളിയല്ലാഹു പറയുകയാണ്, ഈ ആഴമേറിയ പുഴ ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. നമ്മൾ ഏത് മതമാണ് പറയുന്നത്? അള്ളാഹുവിന്റെ മതമാണ്. അള്ളാഹുവിന്റെ മതം പ്രചരിപ്പിക്കാൻ അള്ളാഹുവിന്റെ പുഴ ഒരു തടസ്സമാകുമോ എന്ന് ചോദിച്ച് സഅദ് റളിയല്ലാഹു പുഴ കടന്നതിനെ യൂറോപ്യൻ പറയുന്നത് മിറാക്കിൾ ഓഫ് ദ മിറാക്കിൾ എന്ന കാര്യമാണ്. നോക്കൂ നിങ്ങൾ, അവരെല്ലാം അള്ളാഹുവിൽ അപ്രകാരം അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബിയോട് 600 ചിറകുകളുള്ള ജിബ്രീൽ വന്നിട്ട് ഒരു രാട്ടത്തെ പൊറാട്ട എടുത്തടിക്കുന്ന പോലെ മറച്ചു കളഞ്ഞ ജിബ്രീൽ ചോദിക്കുന്നു, ഇബ്രാഹിം, എന്റെ ഹെൽപ്പ് ആവശ്യമുണ്ടോ എന്ന്. ഇബ്രാഹിം നബി പറയുന്നു, ഇല്ല ഇല്ല ഇല്ല, ഞാൻ എന്തിനെങ്ങോട്ട് പോകുന്നു എന്നറിയുന്നവനാണ് എൻ്റെ റബ്ബ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ റബ്ബ് മതി. ശരി, ഈ റബ്ബിനെ സ്വീകരിച്ച സൗർ ഗുഹ കയറിയ ഒരാളാണ് ഞാൻ. സൗർ ഗുഹയുടെ ഉള്ളിൽ വികാര നിർഭരനായി ഇന്നലകളുടെ ചരിത്രം ഓർത്തപ്പോ അബൂബക്കർ സിദ്ദീഖും അല്ലാഹുവിന്റെ റസൂലും സൗർ ഗുഹയിലിരിക്കുമ്പോ അക്രമികളായ ആളുകൾ നബിയെ കൊല്ലാൻ വന്നു നിൽക്കുമ്പോ അബൂബക്കറിന്റെ ഹൃത്തടം പിടച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂബക്കർ, എന്താ ഇത്? 2 പേരുടെ കൂടെ അള്ളാഹു ഉള്ള ഈ 3 ആളുകളെ പറ്റി നീ എന്ത് വിചാരിക്കുന്നു എന്ന ചോദ്യം. ആ റബ്ബാണ് നമ്മുടെ കൂടെയുള്ളത്. ഇനി എന്റെ ചോദ്യം, ആ റബ്ബിനെ ഓർക്കാൻ, ആ റബ്ബിനെ വാഴ്ത്താൻ ഏറ്റവും നല്ല ഇബാദത്ത് ഏതാണ്? ആകാശമേലാപ്പിൽ മഹാരഥനായ പ്രവാചക ചക്രവർത്തിയെ വിളിച്ചു വരുത്തി റബ്ബ് കൊടുത്തൊരു മഹാസമ്മാനമുണ്ട് മക്കളെ, 5 നേരത്തെ നമസ്കാരം. ആ നമസ്കാരത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ്. ബഷീറിന്, സുബൈറിന്, ആയിഷക്കുട്ടിക്ക് അവസരങ്ങളനുസരിച്ച് സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ കർത്തവ്യം. 4-ാം അധ്യായം 103-ാമത്തെ വചനമാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഭയഭക്തരായ നമസ്കാരക്കാരെ, നിങ്ങൾ വിജയിച്ചു. 23-ാം അധ്യായം 1-2 വചനങ്ങളാണ്. അതെ, അല്ലാഹു പറയുന്നത് ഏതാണ് ദീൻ എന്ന ചോദ്യത്തിന് അല്ല പറയുന്നത്, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമുസ്സലാ വയുത്തുസ് സക്കാ വദാലിക ദീനുൽ ഖയ്യിം. ഖുർആനിന്റെ സൂറത്ത് ബയ്യിന 5-ാമത്തെ വചനമാണ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ തൂരിസീനാ പർവ്വതത്തിൽ കൊണ്ടുവന്ന് അല്ല പറഞ്ഞതെന്താ? വളരെ മനോഹരമാണ്. ലാ ഇലാഹ ഇല്ലാ, അല്ലാതെ ആരാധനക്കർഹനില്ല. അഖിമിസ്സലാത്ത ലിദിക്രി. 20-ാം അധ്യായം 12-ാമത്തെ വചനമാണ്. എന്നെ ഓർക്കാനാണ് മൂസ നമസ്കാരമെന്ന് മഹാരഥനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നൊരു വാചകമുണ്ട്. അല്ലാഹുവേ, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി. ഞാൻ ഈ പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്ത് ജനവാസമില്ലാത്ത, ജനസ്രോതസ്സുകളില്ലാത്തിടത്ത് എൻ്റെ പൊന്നുമോനെ ഞാൻ കൊണ്ടുവന്ന് താമസിച്ചതിന് എനിക്കൊരു ഉദ്ദേശമുണ്ട്. കെട്ടിടങ്ങൾ നിർമ്മിക്കാനല്ല, ബിസിനസ്സുകൾ നടത്താനല്ല, കോടികൾ ഉണ്ടാക്കാനല്ല. ലിയുഖീമസ്സലാ, അവർ നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. ആരാണ് മതത്തിൽ നിങ്ങളുടെ സഹോദരൻ എന്ന് ചോദിച്ചാൽ നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക. 9-ാം അധ്യായം 11-ാമത്തെ വാചകമാണ്. സൂറത്ത് ലുഖ്മാനിന്റെ തുടക്കം ഈ നമസ്കാരത്തെ കുറിച്ചാണ്. സൂറത്ത് ബഖറയുടെ തുടക്കം ഈ നമസ്കാരത്തെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരൻ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി, അയ്യുൽ അമാലു അഹബ്ബു ഇലല്ലാഹി തആല ഹബീബുനാ ശഫീയുനാ ഖലീലുനാ. റസൂലുള്ളാഹിയോട്, നബിയെ, അല്ലാഹുവിന്, നമ്മുടെ റബ്ബിന് ഏറ്റവും പൊരുത്തപ്പെട്ട കർമ്മം ഏതാണ്? അസ്വലാത്ത് ലിവക്തിഹാ. നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. നിങ്ങളുടെ മുമ്പിലൂടെ ഒരു പുഴ ഒഴുകിപ്പോകുന്നു, അതിൽ നിങ്ങൾ 5 നേരം കുളിച്ചാൽ മാലിന്യമുണ്ടാകുമോ? നിങ്ങളുടെ ശരീരത്തിൽ മാലിന്യമുണ്ടാകുമോ? സോപ്പ് തേച്ച് 5 നേരം കുളിക്കുന്നവനെ അവനെ ദുർഗന്ധമുണ്ടാകുമോ? അതുപോലെ
5 നേരത്തെ നമസ്കാരം നിങ്ങളെ നല്ല വ്യക്തിയിലേക്ക്, അസംസ്കൃതമായ നിങ്ങളെ സംസ്കാര സമ്പന്നതയിലേക്ക് കൊണ്ടുപോകുന്ന ആകാശബന്ധിതമായ ഇബാദത്തിന്റെ പേരാണ് നിസ്കാരം. അതുകൊണ്ട് തന്നെ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, വെറുക്കപ്പെട്ടതും നീചവുമായ സകല കാര്യത്തിൽ നിന്നും നമസ്കാരം തടുക്കുന്നു എന്നാണ്. തീർച്ചയായും നമസ്കാരം വൃത്തികേടുകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ്. അംർ ഇബ്നു ജമൂഹിന്റെ വികലാംഗത നമുക്കുണ്ടായിരുന്നോ? തുള്ളി തുള്ളി പള്ളിയിലേക്ക് വന്ന ഈ സഹാബിയും അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമും ബാങ്ക് കേൾക്കുമോ? അതെ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം പറഞ്ഞപ്പോ, അബ്ദുല്ല, കണ്ണ് കാണില്ല എന്നത് പള്ളിയിൽ വരാതിരിക്കാനുള്ള കാരണമല്ല. ബാങ്ക് കേൾക്കുമെങ്കിൽ ഹയ്യാലസ്വലാ ഹയ്യാലൽ ഫലാ എന്ന ബാങ്ക് കേൾക്കുമെങ്കിൽ വരണം അബ്ദുല്ലാഹി ഇബ്നു മക്തൂം. എന്റെ പൊന്നുമക്കളെ, നിങ്ങൾക്ക് കണ്ണ് കാണായികയുണ്ടോ? എന്റെ പൊന്നുമക്കളെ, നിങ്ങൾക്ക് അംർ ഇബ്നു ജമൂഹിനെ പോലെ വികലാംഗതയുണ്ടോ? എന്റെ പൊന്നുമക്കളെ, നിങ്ങൾക്ക് വാഹനമില്ലായിരുന്നോ? എന്റെ പൊന്നുമക്കളെ, നിങ്ങൾക്ക് കൂട്ടുകാരില്ലായിരുന്നോ? അവർക്ക് 2 വീലർ ഇല്ലായിരുന്നോ? നിങ്ങൾ ടൂർ പോയിട്ടുണ്ടായിരുന്നില്ലേ? എന്തേ നിങ്ങൾ ആകാശഭൂമികളുടെ തമ്പുരാനിലേക്ക് എന്തേ നിങ്ങൾ മടങ്ങാത്തത്? അനസ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരു സുബൈ ഖളായി പോയപ്പോൾ മരിക്കുന്നവരെ അതിന് കരഞ്ഞ ആളാണ് ഈ സ്വഹാബി. നാം ഫർള് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നാം കരഞ്ഞിട്ടുണ്ടോ? ഈ നമസ്കാരം നമ്മളെ വളർത്തുന്നു, ഉയർത്തുന്നു, സംസ്കരിക്കുന്നു, നന്നാക്കുന്നു, നല്ല മകനാക്കുന്നു, നല്ല വ്യക്തിയാക്കുന്നു, നല്ല പ്രബോധകനാക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലഭിച്ച സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞുപോയി. ഒന്ന്, നമുക്ക് റബ്ബുമായി നല്ലൊരു കണക്ഷൻ ഉണ്ടാകണം. 2, ജീവിച്ച് തീർക്കുമെന്ന് വെറുതെ പറയുകയല്ല, ചരിത്രം സൃഷ്ടിച്ച് ജീവിച്ച് മരിക്കും. നിങ്ങളെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരു ഗാന്ധിജിയാണ് ഇന്ത്യക്കുള്ളത്, ഒരു നെഹ്റുവാണ് ഇന്ത്യക്കുള്ളത്. 1000 നെഹ്റുവില്ല, 1000 ഗാന്ധിജിയില്ല, 1000 BR അംബേദ്കർ ഇല്ല, 1000 ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇല്ല, 1000 ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ ഇല്ല. നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളുകയും ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കാൻ തീരുമാനിച്ചാൽ കേരളം ഫതഹാവും. ഇവിടെ നന്മയുണ്ടാകും, ഇവിടെ തിന്മയില്ലാതാകും, ഇവിടെ ഒരു ലിറ്റ്മസ് 24 ഇല്ലാതാകും, ഇവിടെ ഒരു യുക്തിവാദിയുടെ വിദണ്ഡവാദങ്ങളും ഇല്ലാതാകും. ഒറ്റ വഴിയേ ഉള്ളൂ. യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. സത്യവിശ്വാസികളെ, ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വരൂ. വേഷം കൊണ്ട്, കർമ്മം കൊണ്ട്, ജീവിതം കൊണ്ട്, ദാമ്പത്യം കൊണ്ട്, സാമ്പത്യം കൊണ്ട്, വൈയക്തികം കൊണ്ട്, വൈദേശികം കൊണ്ട്, രാഷ്ട്രീയം കൊണ്ട്, രാഷ്ട്രാന്തരീയം കൊണ്ട് നിങ്ങൾ ഇസ്ലാമാകൂ. നിങ്ങളുടെ മനസ്സിനെ ഇസ്ലാമാക്കൂ, നിങ്ങളുടെ ഹൃദയത്തെ ഇസ്ലാമാക്കൂ. രക്ഷപ്പെടാം, അതുകൊണ്ട് വിജയിക്കാം. ലോകം നിങ്ങളോടൊപ്പമുണ്ട്. എക്കാലഘട്ടത്തിലും ഇസ്ലാമിനോടൊപ്പമായിരുന്നു ബുദ്ധിജീവികൾ. അനുകൂലിച്ചവരും പ്രതികൂലിച്ചവർ പോലും ഇസ്ലാമിനെ അംഗീകരിച്ചിരുന്നു. അവിടേക്ക് നമുക്ക് മടങ്ങാം. ഈ പ്രോഫ്കോൺ അതിലേക്കുള്ളൊരു മടക്കമാവട്ടെ. 2012 തിരുവനന്തപുരത്ത് പ്രോഫ്കോൺ നടക്കുമ്പോൾ ലാസ്റ്റ് സ്ലീപ്പ് എന്ന വിഷയം ഞാൻ അവതരിപ്പിച്ചത് ഇപ്പോഴും ഓർക്കുന്നു. നാം ഏത് നിമിഷവും മരിച്ചു പോകും. കറക്റ്റ് ചെയ്യുക, പശ്ചാത്തപിക്കുക, ഖേദിച്ചു മടങ്ങുക. നമസ്കാരം ഉപേക്ഷിച്ചതിനു ശേഷം നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അല്ലാഹു നിങ്ങളെ സ്വീകരിക്കുമെന്ന് 19-ാം അധ്യായം 59-60 വചനങ്ങളിൽ പറയുന്നു. ഓർക്കുക, ചിന്തിക്കുക, നാട്ടിലേക്ക് മടങ്ങുമ്പോൾ പ്രതിജ്ഞ ചെയ്യുക, ഞങ്ങൾ ഇതെല്ലാം സ്വീകരിക്കും, അതിനനുസരിച്ച് ജീവിക്കുമെന്നും ഇതിന്റെ സംഘാടകർക്ക് ദീർഘായുസ്സിന് വേണ്ടിയും അവർക്ക് കൂലി കിട്ടാൻ വേണ്ടിയും അവരുടെ അധ്വാനം പാഴായി പോകാതിരിക്കാൻ വേണ്ടിയും നിങ്ങൾ ഞങ്ങളോടൊപ്പം ദുആ ചെയ്യുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.